നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെയുണ്ട്? The sum of product SOP format for logical expression is particularly well suited for the design of logic circuit that utilizes only. ചോദിച്ചതിന്റെ മീനിങ് ഇതാണ്. SOP എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷന്റെ SOP ഫോമാറ്റ് എന്ന് പറയുന്നത് ഏത് ലോജിക് സർക്യൂട്ടിനാണ് വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ലോജിക് സർക്യൂട്ട് വെച്ചിട്ടാണ് നമുക്ക് ആ SOP ഫോമാറ്റിനെ വെൽ സ്യൂട്ടഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റിന്റെ മീനിങ്. സോ ഇതിൽ നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. Just take an example with the three variable. That is, suppose we are having an expression like ABC plus A complement B C complement. ഇതൊരു SOP എക്സ്പ്രഷൻ ആണ് അല്ലെ, സം ഓഫ് പ്രൊഡക്റ്റ് ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്, അതിന്റെ സം, ദാറ്റ് ഈസ് സം ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു സം ഓഫ് പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ നമ്മൾ എടുത്തു. ഇനി ഇതിനെ സാധാരണ നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ, ലോജിക് സർക്യൂട്ട് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഏത് ലോജിക് സർക്യൂട്ട് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക? ഇതില് ഈ മൂന്ന് ആൾക്കാർ എന്തായിട്ടാണുള്ളത്, ആൻഡ് ചെയ്തിട്ടാണുള്ളത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ മൂന്ന് ആൾക്കാരെയും ആൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ വേരിയബിൾസിനെ ആദ്യം തന്നെ ആൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചെയ്ത് കിട്ടിയ സംഭവം എന്താണോ അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ഓർ ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഈ SOP എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അതൊരു ആൻഡ് ഓർ ലോജിക്കാണ്. എന്ത് ലോജിക്കാണ്? ആൻഡ് ഓർ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SOP എക്സ്പ്രഷനെ നിങ്ങൾക്ക് ഗേറ്റ് വെച്ച് റിയലൈസ് ചെയ്യണമെങ്കിൽ, ബേസിക് ഗേറ്റ്സ് വെച്ച് റിയലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആൻഡ് ഗേറ്റ്സും ഓർ ഗേറ്റ്സും യൂസ് ചെയ്തിട്ടാണ് റിയലൈസ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ABC എന്ന് പറയുന്ന മൂന്ന് വേരിയബിൾസ് എടുക്കുക, അതിനൊരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിടുക. ദെൻ ദ പ്രോഡക്റ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് ABC അല്ലെ. സപ്പോസ് ദ ഇൻപുട്സ് ഓഫ് ദിസ് ആൻഡ് ഗേറ്റ്സ് ആർ ABC. അതേപോലെ തന്നെ രണ്ടാമത് നിങ്ങൾക്ക് മൂന്ന് ഇൻപുട്സ് നിങ്ങൾ എടുക്കുകയാണ്, A കോംപ്ലിമെന്റ് B ആൻഡ് C കോംപ്ലിമെന്റ്. A കോംപ്ലിമെന്റ് B ആൻഡ് C കോംപ്ലിമെന്റ്. ഇതിനെ ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിടുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? A കോംപ്ലിമെന്റ് B ആൻഡ് C കോംപ്ലിമെന്റ് കിട്ടും. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് എങ്ങോട്ടേക്ക് വിടാം? ഒരു ഓർ ഗേറ്റിലേക്ക് വിടാം. ദെൻ യു വിൽ ഗെറ്റ് ദ റിക്വയർഡ് സോപ്പ് എക്സ്പ്രഷൻ അല്ലെ, ABC പ്ലസ് A കോംപ്ലിമെന്റ് B C കോംപ്ലിമെന്റ്. അപ്പൊ ശരിക്കും ഒരു സോപ്പ് എക്സ്പ്രഷനെ റിയലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നതെങ്കിൽ യു റിക്വയർ ആൻഡ് ഗേറ്റ്സ് ആൻഡ് ഓർ ഗേറ്റ്സ്. അതുകൊണ്ടാണ് ഇതിനെ ആൻഡ് ഓർ ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ രണ്ട് ഗേറ്റ്സ് തന്നിട്ടില്ല. ഒരു ഗേറ്റ്സ്, ഏതെങ്കിലും ഒരു ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പക്ക ഇതിനെ എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ ABC പ്ലസ് A കോംപ്ലിമെന്റ് B C കോംപ്ലിമെന്റ് എന്ന് പറയുന്ന എക്സ്പ്രഷനെ ഞാൻ ഒരു 2 പ്രാവശ്യം കോംപ്ലിമെന്റ് എടുക്കുന്നു, 2 പ്രാവശ്യം ഹോൾ കോംപ്ലിമെന്റ് എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, മൂന്ന് വേരിയബിൾസ് ഉണ്ട്. ആ 3 വേരിയബിൾസിന്റെ ആഡ് ചെയ്തിരിക്കുന്ന ആളെ 2 പ്രാവശ്യം കോംപ്ലിമെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുറത്തുള്ള കോംപ്ലിമെന്റ്, ഈ കോംപ്ലിമെന്റ് അവിടെ നിൽക്കട്ടെ, തൽക്കാലം അതിന്റെ ഉള്ളിലുള്ള കോംപ്ലിമെന്റ് നമുക്ക് എടുക്കാം. അപ്പൊ ആ കോംപ്ലിമെന്റ് അവിടെയുണ്ട്, അത് അവിടെ ഇപ്പൊ കോംപ്ലിമെന്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട. അതിന്റെ ഉള്ളിൽ വരുന്ന കോംപ്ലിമെന്റ് അതെങ്ങനെയാണ് നമ്മൾ ഡിമോർഗൻസ് അപ്ലൈ ചെയ്യാം? ഡിമോർഗൻസ് തിയറം പ്രകാരം എന്താ ഡിമോർഗൻസ് തിയറം? X പ്ലസ് Y ദ ഹോൾ കോംപ്ലിമെന്റ്. ഇതിനെ നമുക്ക് ഡിമോർഗൻസ് തിയറം പ്രകാരം എന്ത് എഴുതാൻ പറ്റും? X കോംപ്ലിമെന്റ് ഇൻറ്റു Y കോംപ്ലിമെന്റ് എഴുതാൻ പറ്റും. ഇതാണ് ഡിമോർഗൻസ് തിയറം പറയുന്നത് അല്ലെ. സോ അതേ തിയറം യൂസ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷൻ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എക്സിന് പകരം ABC എന്ന് പറയുന്ന 3 വേരിയബിൾസിന്റെ പ്രോഡക്റ്റ് ആണുള്ളത്. സോ X കോംപ്ലിമെന്റിന് പകരം ABC ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. രണ്ടാമത് Yക്ക് പകരം ഇവിടെ ഉള്ളത് എന്താ? A കോംപ്ലിമെന്റ് B C കോംപ്ലിമെന്റ് ആണ്. അപ്പൊ തൽക്കാലം A കോംപ്ലിമെന്റ് B C കോംപ്ലിമെന്റ് എഴുതുന്നു, എന്നിട്ട് അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് എഴുതുന്നു. നേരത്തെ എക്സിന്റെ അതിനും ഇടയിൽ പ്ലസ് ആണ്. സോ ഡിമോർഗൻസ് തിയറത്തിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഹോൾ കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റും വരും, അതിനിടയിൽ എന്ത് വരും? പ്ലസ് മാറിയിട്ട് ഡോട്ട് ആവും. അപ്പൊ ഇവിടെ പ്ലസ് ആണ്, സോ ഇവിടെ എന്താവും? ഡോട്ട് ആയിട്ട് മാറും. കഴിഞ്ഞില്ലല്ലോ, നമ്മൾ ഡിമോർഗൻസ് അപ്ലൈ ചെയ്തതേ ഉള്ളൂ, അതായത് ഈ കോംപ്ലിമെന്റിന്. അപ്പോൾ ഒരു ഔട്ടർ മോസ്റ്റ് കോംപ്ലിമെന്റ് അവിടെ കിടപ്പുണ്ട്. സോ ഔട്ടർ മോസ്റ്റ് കോംപ്ലിമെന്റിനെ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, കാരണം 2 കോംപ്ലിമെന്റ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സോ ദിസ് എക്സ്പ്രഷൻ വിൽ ടുക്ക് ദ ഫോം ലൈക്ക് ദിസ്. ഇനി ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 വേരിയബിളിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ABC എന്ന് പറയുന്ന 3 വേരിയബിളിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? That can be expressed, that can be implemented using a 3-input NAND gate അല്ലെ. ഇനി ഈ 3 ഫംഗ്ഷൻ, ഈ 3 വേരിയബിളും അതേപോലെ തന്നെ 3 ആളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും കോംപ്ലിമെന്റ് എടുക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതും നമുക്ക് എന്ത് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം? യു ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ് യൂസിങ് എൻ ആൻഡ് ഗേറ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
this given function can be implemented using a NAND gate അല്ലെ, രണ്ട് NAND ഗേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇപ്പോൾ ഹോൾ കോംപ്ലിമെന്റ് ആയിട്ടില്ല, അതിന്റെ താഴത്തെ സംഭവം, അതായത് ABC ദ ഹോൾ കോംപ്ലിമെന്റ് ഒരു നാൻഡിന്റെ ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ നമ്മൾ രണ്ടാമത്തെ നാൻഡ് ഗേറ്റ് എടുക്കുന്നു. രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് സപ്പോസ് യു ആർ ഗിവിംഗ് A കോംപ്ലിമെന്റ് B ആൻഡ് C കോംപ്ലിമെന്റ്. അപ്പൊ രണ്ടാമത്തെ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? A കോംപ്ലിമെന്റ് B C കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ രണ്ടാൾക്കാരെ കിട്ടി. ഇനി നിങ്ങൾ നോക്കൂ, എന്താണ് നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് എടുത്തതിന് ശേഷം ഒരു ഹോൾ കോംപ്ലിമെന്റും കൂടി എടുക്കുന്നുണ്ട്. ഹോൾ കോംപ്ലിമെന്റ് ആരുടെ എടുക്കുന്നത്? ഈ ഫംഗ്ഷന്റെയും ഈ ഫംഗ്ഷനെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ആളുടെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാൾക്കാരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോംപ്ലിമെന്റ് എടുക്കുന്നു. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് ഓൾസോ അനദർ നാൻഡ് ഗേറ്റ് അല്ലെ. അപ്പൊ ശരിക്കും നമ്മൾ 1 2 3 നാൻഡ് ഗേറ്റ്സ് വെച്ചിട്ട് 1 2 3 നാൻഡ് ഗേറ്റ്സ്, അതായത് 2 നാൻഡ് ഗേറ്റ്സ് 3 ഇൻപുട്ട് ആണ്, ഒരു നാൻഡ് ഗേറ്റ് 2 ഇൻപുട്ട് ആണ്. അങ്ങനെ നാൻഡ് ഗേറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്തിനു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി? ഈ ഗിവൺ ഫംഗ്ഷനെ, അതായത് ഈ ഗിവൺ ഫംഗ്ഷൻ എന്താണ്? സോപ്പ് ഫംഗ്ഷനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. സോ ദ സോപ്പ് ഫംഗ്ഷൻ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് വാട്ട്? യൂസിങ് നാൻഡ് ഗേറ്റ് ഓൺലി. നാൻഡ് ഗേറ്റ് ഓൺലി. സോ ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് ഏത് വരും? ഓപ്ഷൻ സി വരും. ദ സോപ്പ് എക്സ്പ്രഷൻ ക്യാൻ ബി particularly well suited for the design of logic circuit that utilizes only NAND gate. ഇനി സപ്പോസ് യു ഹാവ് ഗിവൺ എ പോസ് എക്സ്പ്രഷൻ. ഒരു പോസ് എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി എന്ത് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും? നോർ ഗേറ്റ് വെച്ചിട്ട്, നോർ ഗേറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റൻ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ സോപ്പ് തന്നെ തരണമെന്നില്ല, ചിലപ്പോൾ പോസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പോസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പോസിന് നമുക്ക് എന്ത് ചെയ്യാം? നോർ ഗേറ്റ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ലെറ്റ്സ് go to the second question. Second question ഇതാണ്. According to De Morgan's theorem, the NOR gate is equivalent to bubbled AND, bubbled NAND, bubbled NOR and bubbled OR. അപ്പോൾ ഇത് ബബിൾഡ് ഗേറ്റ്സ്, ബബിൾഡ് ലോജിക് ഗേറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബബിൾഡ് ഗേറ്റ്സ്, ബബിൾഡ് ഗേറ്റ്സിന്റെ ലോജിക് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൽക്കാലം നമ്മൾ ബേസിക് ആയിട്ട് ഒരു ആൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്യാം. ആൻഡ് ഗേറ്റ്, ഓക്കെ. അപ്പോൾ ആൻഡ് ഗേറ്റിന് സപ്പോസ് വി ആർ ഗിവിംഗ് 2 ഇൻപുട്ട്സ് ടു ദ AND ഗേറ്റ്. A B എന്ന് പറയുന്ന 2 ഇൻപുട്ട് നമ്മൾ ആൻഡ് ഗേറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? സപ്പോസ് ദിസ് ഈസ് A, ദിസ് ഈസ് B. അപ്പോൾ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? A ഇൻറ്റു B അല്ലെങ്കിൽ A ആൻഡ് B അല്ലെ. ഇനി ഞാൻ ഇതിനെ ബബിൾ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ബബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് സൈഡിൽ ഞാൻ ബബിൾ ചെയ്യുന്നു, അതായത് A എന്ന് പറയുന്നതിനെ ബബിൾ ചെയ്യുന്നു, B എന്ന് പറയുന്ന ഇൻപുട്ടിനെ ബബിൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്നതിനെ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് കിട്ടുക? A കോംപ്ലിമെന്റ് കിട്ടും. B എന്ന് പറയുന്നതിനെ ബബിൾ ചെയ്താൽ ശരിക്കും ഈ ബബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓപ്പറേഷൻ ആണ്. ഓക്കെ, കോംപ്ലിമെന്റ് ഓപ്പറേഷൻ. അപ്പൊ ശരിക്കും ഇപ്പം ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ആൻഡ് ഗേറ്റിന് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് ഇൻപുട്ട് കിട്ടിയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ്. ആൻഡ് ഗേറ്റിന് XY ഇൻപുട്ട് കിട്ടിയാൽ ഔട്ട്പുട്ട് X ഇൻറ്റു Y. ആൻഡ് ഗേറ്റിന് A B ഇൻപുട്ട് കിട്ടിയാൽ ഔട്ട്പുട്ട് A ഇൻറ്റു B. ആൻഡ് ഗേറ്റിന് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് ഇൻപുട്ട് കിട്ടിയാൽ ഔട്ട്പുട്ട് A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ്. ക്ലിയർ ആണല്ലോ? ഈ A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? A പ്ലസ് B ദ ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഈ A പ്ലസ് B ദ ഹോൾ കോംപ്ലിമെന്റ് ഡി മോർഗൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് എന്താ നമുക്ക് കിട്ടുക? A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ് അല്ലെ. സോ ദിസ് ഔട്ട്പുട്ട് ഈസ് ദിസ് ഫംഗ്ഷൻ. ഇത് ഏത് ഫംഗ്ഷൻ ആണ്? ദിസ് ഈസ് NOR അല്ലെ. സോ ബബിൾഡ് ആൻഡ്, അതാണ് നമ്മുടെ ഇവിടുത്തെ കൺക്ലൂഷൻ. ബബിൾഡ് ആൻഡ് ഈസ് NOR. ബബിൾഡ് ആൻഡ് എന്ന് പറയുന്നത് എന്ത് ഗേറ്റ് ആണ്? നോർ ഗേറ്റ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? നോർ ഗേറ്റ്. നോർ ഗേറ്റ് ഏതിന് ഇക്വലന്റ് ആണെന്നാണ്. സോ നോർ ഗേറ്റ് ഈസ് ഇക്വലന്റ് ടു ബബിൾഡ് ആൻഡ്. ഇനി നിങ്ങൾ ഈ ബബ്ലിങ് ഒരു ലെവലിലും കൂടെ ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഇൻപുട്ടിനെ എടുക്കുന്നു, ഇൻപുട്ടിനെ എടുത്തിട്ട് ബബിൾ ചെയ്തു, എനെയും ബിനെയും ബബിൾ ചെയ്തു, A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് എടുത്തു. എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ സപ്പോസ് യു ആർ ഗിവിംഗ് അനദർ ബബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഗേറ്റ് ആണ്? ഇത് നാൻഡ് ഗേറ്റ് ആണ്. വെറും നാൻഡ് ഗേറ്റ് അല്ല, ബബിൾഡ് നാൻഡ് ഗേറ്റ്. ബബിൾഡ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ടിൽ ബബിൾസ് ഉണ്ട്. ഓക്കെ, സോ A B. ഓക്കെ, എയും ബിയും കൂടെ നാൻഡ് ഗേറ്റിൽ ബബിൾ ചെയ്തിട്ടാണ് എത്തുന്നതെങ്കിൽ നാൻഡ് ഗേറ്റ് ഇൻപുട്ടിൽ എന്തായിരിക്കും? A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ്. ഇതിനെ നാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? A കോംപ്ലിമെന്റ് ഇൻറ്റു B കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് അല്ലെ. നാൻഡിന്റെ ഓപ്പറേഷൻ അതാണ്.
സോ ഇതിന്റെ ഡിമോർഗൻ സപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് അല്ലെ? ഡിമോർഗൻസ് തിയറം പറയുന്നത് അങ്ങനെയല്ലേ? എക്സ് ഇൻറ്റു വൈ ദ ഹോൾ കോംപ്ലിമെന്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് കോംപ്ലിമെന്റ് പ്ലസ് വൈ കോംപ്ലിമെന്റ്. ഈ ഹോൾ കോംപ്ലിമെന്റ് നടുവിൽ ഡോട്ട് ആണെങ്കിൽ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് എടുത്തിട്ട് പ്ലസ്, ഹോൾ കോംപ്ലിമെന്റിന്റെ നടുവിൽ പ്ലസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ് എടുത്തിട്ട് നടുവിൽ ഡോട്ട്. അതാണ് ഡിമോർഗൻസ് തിയറം പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ, ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ജസ്റ്റ് ബട്ട് ഓർ ഗേറ്റ് അല്ലെ? സോ നമുക്ക് എന്ത് പറയാം? ബബിൾഡ് നാൻഡ് ഈസ് ഓർ. ബബിൾഡ് നാൻഡ് ഈസ് ഓർ. അങ്ങനെ നമുക്ക് എല്ലാ സ്റ്റാൻഡേർഡ് ഗേറ്റ്സിനെയും എല്ലാ യൂണിവേഴ്സൽ ഗേറ്റ്സിനെയും എല്ലാ ഗേറ്റ്സിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബബ്ലിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്, ഇൻപുട്ടിനെ കോംപ്ലി ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ 2 കൺക്ലൂഷൻ വെച്ചിട്ട് ബാക്കി 2 കൺക്ലൂഷൻ കൂടെ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. ബബിൾഡ് ആൻഡ് ഓർ, ബബിൾഡ് നാൻഡ് ഓർ, ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഗസ് ചെയ്തേ, ബബിൾ ചെയ്തിട്ടുള്ള ഓർ ഗേറ്റ് എന്തായിരിക്കും? അതേപോലെ തന്നെ ബബിൾ ചെയ്തിട്ടുള്ള നോർ ഗേറ്റ് എന്തായിരിക്കും? ഇത് രണ്ടും ഒന്ന് ആലോചിച്ച് നോക്കുക. ബബിൾഡ് ആൻഡ് എന്ന് പറയുന്നത് നോറാണ്. അപ്പോൾ ബബിൾഡ് ഓർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബബിൾഡ് ഓർ എന്ന് പറയുന്നത് നാൻഡ് ആയിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് കൺഫേം ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർ ഗേറ്റ് എടുക്കുക, ഓർ ഗേറ്റിന്റെ ഇൻപുട്സിനെ കോംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് ഓർ ഗേറ്റ്സിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അപ്പൊ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫംഗ്ഷൻ ഏത് ലോജിക് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഒരു നോർ ഗേറ്റ് എടുക്കുക, അതിന്റെ 2 ഇൻപുട്സ് കോംപ്ലിമെന്റ് ചെയ്ത് അതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുക, ഔട്ട്പുട്ട് ഏത് ഫംഗ്ഷൻ ആണ് കിട്ടുന്നത് നോക്കുക. അപ്പൊ ബബിൾഡ് ആൻഡ് ഓറും ബബിൾഡ് നാൻഡ് ഓറുമാണ്. കൂടാതെ ബബിൾഡ് ഓർ നാൻഡ് ആണെങ്കിൽ ബബിൾഡ് നോർ എന്തായിരിക്കും? ബബിൾഡ് നോർ എന്ന് പറയുന്നത് നാൻഡ് ആയിരിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെ യു ക്യാൻ വെരിഫൈ ഫോർ എക്സോർ ആൻഡ് എക്സ്നോർ ഗേറ്റ്. എക്സോർ ഗേറ്റിനും എക്സോർ ഗേറ്റിനും ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബബ്ലിംഗ് ഓപ്പറേഷൻ കൊടുത്തു നോക്കാം. സപ്പോസ് ഐ എം ഗിവിംഗ് 2 ഇൻപുട്സ് എ ആൻഡ് ബി ടു ദ എക്സോർ ഗേറ്റ്സ്. ഒരു എക്സോർ ഗേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ എക്സോറിന് 2 ഇൻപുട്സ് കൊടുക്കുന്നു, എ ബി. ഓക്കെ, സോ ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും? എക്സോർ ഓപ്പറേഷൻ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഇൻപുട്ടിൽ വരാൻ പോകുന്നത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആണല്ലോ. എക്സോർ ഓപ്പറേഷൻ എന്താണ്? എക്സോറിന്റെ ഇൻപുട്ടിൽ കിട്ടുന്ന 2 ഇൻപുട്സ് ഉണ്ടെങ്കിൽ എക്സും വൈയും ആണ് ആ ഇൻപുട്ട് എങ്കിൽ എക്സോർ ഓപ്പറേഷൻ എന്താണ്? എക്സ് എക്സോർ വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോംപ്ലിമെന്റ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഒരു ഇൻപുട്ട് എ കോംപ്ലിമെന്റ്, ഒരു ഇൻപുട്ട് ബി കോംപ്ലിമെന്റ്. സോ എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് പ്ലസ് എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. അതായത് ഒരു വേരിയബിളും അതിന്റെ കോംപ്ലിമെന്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ആദ്യത്തെ വേരിയബിളിന്റെ കോംപ്ലിമെന്റും രണ്ടാമത്തെ വേരിയബിളും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഈസ് എക്സോർ ഓപ്പറേഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്താ? എ ഇൻറ്റു ബി കോംപ്ലിമെന്റ് പ്ലസ് എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്താ? ബി. സോ അഗൈൻ യു ആർ ഗെറ്റിംഗ് എക്സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബബിൾഡ് എക്സോർ ഈസ് എക്സോർ ഓൺലി. അതാണ് മനസ്സിലാക്കുന്നത്. ബബിൾഡ് എക്സോർ ഈസ് എക്സോർ ഓൺലി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബബിൾഡ് എക്സ്നോർ, യു ക്യാൻ വെരിഫൈ യുവർസെൽഫ്. ബബിൾഡ് എക്സ്നോർ ഈസ് എക്സ്നോർ ഓൺലി. ഓക്കെ, സോ ബബിൾഡ് എക്സോർ ഈസ് എക്സോർ ആൻഡ് ബബിൾഡ് എക്സ്നോർ ഈസ് എക്സ്നോർ. ക്ലിയർ ആണല്ലോ? സോ ദീസ് ആർ ദ ബബിൾഡ് ഓപ്പറേഷൻസ് ഓഫ് ബേസിക് ഗേറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ക്ലിയർ ആണല്ലോ? So we will go to next question. So this one, consider the following 4 variable Boolean function expressed in SOAP form. F of ABCD is equal to sigma m. Sigma m എന്ന് പറഞ്ഞാൽ എന്താ? That represents min terms. Okay, ഏതൊക്കെയാ min terms വരുന്നത്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. What is the minimized expression obtained using K-map? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നമ്മൾ ആദ്യം തന്നെ K-map വരയ്ക്കാനൊന്നും പോകരുത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മിൻ ടേംസിനൊന്ന് നോക്കുക. മിൻ ടേംസിനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആക്ച്വലി 4 വേരിയബിൾ ഫംഗ്ഷൻ ആണ് അല്ലെ. 4 വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിൻ ടേംസ് ഉണ്ടാവും? 16 മിൻ ടേംസ് ഉണ്ടാവും. 4 വേരിയബിളിൽ 16 മിൻ ടേംസ് മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. M0, M1, M2 അങ്ങനെ M0 മുതൽ M15 വരെയുള്ള 16 മിൻ ടേംസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആ ഫംഗ്ഷൻ ഉണ്ടാവാം. മാക്സിമം എല്ലാ മിൻ ടേംസിനും ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ it can be M0 to M15.
അപ്പൊ ശരിക്കും എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, സിഗ്മ എം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, അങ്ങനെ 15 വരെയുള്ള എല്ലാ മിൻ ടേംസും പ്രസന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ ഒരു 4 വേരിയബിൾ കെ മാപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ പോലും, ഒരു 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ അതിന് സിംപ്ലിഫൈ ചെയ്യുക? മിൻ ടേംസ് ഏതൊക്കെ ഫംഗ്ഷനിൽ പ്രസന്റ് ആണോ അവിടെയൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ പൊസിഷനിലും 1 വരും. കാരണം എല്ലാ മിൻ ടേംസും പ്രസന്റ് ആണ് ഫംഗ്ഷനിൽ. അപ്പോൾ എല്ലാ മിൻ ടേംസും പ്രസന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ 16 സെൽസിനെ ഒരുമിച്ച് ഒറ്റ ഗ്രൂപ്പിലായിരിക്കണം നമ്മൾ പെടുത്തേണ്ടത്. അപ്പൊ ശരിക്കും എല്ലാ വൺസിനെയും നമ്മൾ ഒറ്റ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ബിക്കംസ് ഈക്വൽ ടു 1. 16 വേരിയബിൾ കെ മാപ്പിൽ 16 മിൻ ടേംസിലും പൊസിഷനിലും നമ്മൾ 1നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറ്റ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ യുവർ എക്സ്പ്രഷൻ വിൽ ബി 1. ഇനി 8 വേരിയബിൾ കെ മാപ്പ് എടുത്ത് 8 വേരിയബിൾ പൊസിഷനിലും 1 ആണെങ്കിൽ അതിനെ ഒറ്റ ഗ്രൂപ്പാക്കി മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ വാല്യൂ ആസ് 1. 4 വേരിയബിൾ അതേപോലെ തന്നെ എല്ലാ മിൻ ടേംസും പ്രസന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ എക്സ്പ്രഷന്റെ വാല്യൂ 1 ആയിരിക്കും. സോ ഹിയർ ഓൾസോ എല്ലാ മിൻ ടേംസും പ്രസന്റ് ആണ്. സോ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു 1. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ദ ഫോളോയിങ് ഇൻപുട്ട് ഡി ഈക്വൽ ടു 1 കോൺസ്റ്റന്റ്. ക്ലോക്ക് വേവ് ഫോം ആസ് ഷോൺ ബിലോ. Assume the flip-flop is initially reset Q equal to 0. What will be the output after 3 clock edges? വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലെ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് എത്ര ഇൻപുട്സ് ഉണ്ടാവും? ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരൊറ്റ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇൻപുട്ട് ഈസ് ഡാറ്റ ഇൻപുട്ട് ഡി. ഔട്ട്പുട്ട് 2 ഉണ്ടാവും, ക്യൂ ഉണ്ടാവും, ക്യൂ കോംപ്ലിമെന്റ് ഉണ്ടാവും. തൽക്കാലം ഞാൻ ക്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ ക്യൂവിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് ക്യൂ ആണ്. ഓക്കെ, സോ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്താ വരിക? ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഡി ഈക്വൽ ടു 0 കൊടുത്തിട്ട് നിങ്ങൾ ക്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി 0. ഡി ഈക്വൽ ടു 1 കൊടുത്തിട്ട് നിങ്ങൾ ക്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ ഔട്ട്പുട്ട് വിൽ ബി 1. സോ ദാറ്റ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് തന്നെ ക്ലോക്ക് സൈക്കിളിൽ കൊടുത്ത് ക്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടും. സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ ഇവിടെ ഇൻപുട്ട് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഡി ഈക്വൽ ടു 1 കോൺസ്റ്റന്റ്, അതായത് എല്ലാ സമയത്തും ഡി ഈക്വൽ ടു 1 ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുക? സപ്പോസ് യു ആർ ഗിവിംഗ് എ ക്ലോക്ക് സിഗ്നൽ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ക്ലോക്ക് സിഗ്നൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ക്ലോക്ക് സിഗ്നൽ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുന്ന സമയത്തും ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും? അതിന്റെ ഇൻപുട്ട് ചെക്ക് ചെയ്യും. എല്ലാ ക്ലോക്ക് സിഗ്നലിലും എന്താണ്? ഡി ഈക്വൽ ടു 1 ആണ് അല്ലെ. ഡി ഈക്വൽ ടു 1 ഈസ് കോൺസ്റ്റന്റ് ഫോർ ഓൾ ടൈം. അങ്ങനെയാണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര ക്ലോക്ക് സൈക്കിൾ നിങ്ങൾ ഒരു 100 ക്ലോക്ക് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാലും 100th ക്ലോക്ക് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാലും ദ ഡി വിൽ ബി 1. അപ്പോൾ ഔട്ട്പുട്ട് ഒക്കെ എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി 1. എത്ര ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞാലും ദ ഔട്ട്പുട്ട് വിൽ ബി 1. സോ ഇവിടെ 3 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ബി 1. സപ്പോസ് ഈ ക്വസ്റ്റനിൽ ഡിക്ക് പകരം ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് പറയാം അല്ലെ. അപ്പോൾ ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ടോഗിൾ മോഡാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോഴെന്താണ് ഔട്ട്പുട്ട്? അതിന്റെ നേരെ ടോഗിൾ ചെയ്തിട്ട് ഇപ്പൊ 1 ആണെങ്കിൽ ഒരു ക്ലോക്ക് കഴിയുമ്പോൾ 0 ആവും, അടുത്ത ക്ലോക്ക് കഴിയുമ്പോൾ 1 ആവും. അപ്പൊ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുന്ന സമയത്ത് സപ്പോസ് ടി ഈസ് ഈക്വൽ ടു 1. ടി ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിന്റെ ഔട്ട്പുട്ട് 1 നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകും? 0ലേക്ക് പോകും. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ അഗൈൻ ടി ഈക്വൽ ടു 1. ദെൻ ഔട്ട്പുട്ട് അഗൈൻ വിൽ ടോഗിൾ, പിന്നെ 1ലേക്ക് പോകും. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ അപ്പോഴും ടി ഈക്വൽ ടു 1. അപ്പോൾ അഗൈൻ ദ ഔട്ട്പുട്ട് വിൽ ഗോ ടു 0. നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വരുമ്പോൾ അഗൈൻ ടി ഈക്വൽ ടു 1. ദെൻ ഔട്ട്പുട്ട് അഗൈൻ ടോഗിൾസ്. സോ ഇങ്ങനെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഫോർ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. പക്ഷേ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് അങ്ങനെയില്ല. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് എപ്പോഴും എന്താണ്? ഡി ഈക്വൽ ടു 0 ആണോ ഔട്ട്പുട്ട് 0, ഡി ഈക്വൽ ടു 1 ആണോ ഔട്ട്പുട്ട് 1. ഓക്കെ, അപ്പൊ എത്ര ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞാലും ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ടും അത് തന്നെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ അതേപോലെ ഒരു ക്വസ്റ്റൻ ആണ്. 4-bit ജോൺസൺ കൗണ്ടർ സ്റ്റാർട്ട്സ് അറ്റ് 0000. ആഫ്റ്റർ റിസീവിംഗ് 6 ക്ലോക്ക് പൾസ് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഓഫ് ദ കൗണ്ടർ? 4-bit ജോൺസൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാവും. അതിൽ ലാസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. സോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് ജോൺസൺ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കണക്ഷൻ വരുന്നത്. പിന്നെ എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സിങ്ക്രണസ് ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാത്തിനും സെയിം ക്ലോക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് പൾസിലും ഇൻപുട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഇനീഷ്യലി 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഔട്ട്പുട്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യലി 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഈ ഇതിന്റെ ഔട്ട്പുട്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. പക്ഷെ അതിന്റെ കോംപ്ലിമെന്റ് എത്രയാ? 1 ആണല്ലോ. അപ്പോ ഈ സ്റ്റേജിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിൽ ഡിയുടെ ഇൻപുട്ടായിട്ട് എത്രയാ വന്ന് കിടക്കുന്നത്? 1. ഇനി അടുത്ത ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക?
ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 1. സോ ഇറ്റ്സ് ഔട്ട്പുട്ട് വിൽ ബി 1. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താ? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ഓൾറെഡി എത്രയിലാണ് കിടക്കുന്നത്? 0ലാണ് കിടക്കുന്നത്. സോ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0ലേക്ക് പോകും. നെക്സ്റ്റ് തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താ? സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എത്രയാ? 0. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 0. അല്ലെങ്കിൽ ഇത് ഷിഫ്റ്റിംഗ്, ഡാറ്റ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ. ഇതൊരു ശരിക്കും ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ ആണ്, ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് ആഫ്റ്റർ ഫസ്റ്റ് ക്ലോക്ക് പൾസ്. അപ്പോഴും ഇത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ്. അതായത് ഇപ്പോൾ 1, 2, 3, 4 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇത് ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ടാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണ്. അതുകൊണ്ട് അത് ക്യൂ കോംപ്ലിമെന്റ് എത്രയായിരിക്കും? ക്യൂ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. ആ 1 ആണ് എഗെയിൻ ഡി ഇൻപുട്ട് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പൊ സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 തന്നെ നിൽക്കും. കാരണം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 1 ആണ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് നേരത്തെ 1 ആയിരുന്നു. അതാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് പോകുന്നത്. ആ സമയത്താണ് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് വിൽ ബി 1. ഇനി ബാക്കിയെല്ലാം എന്താ? ഷിഫ്റ്റിംഗ്. ഇപ്പോഴും ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണ്. സോ ക്യൂ കോംപ്ലിമെന്റ് വിൽ ബി 1. ക്യൂ കോംപ്ലിമെന്റ് 1 ആയതുകൊണ്ട് അഗെയിൻ ആഫ്റ്റർ ദ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ആൾസോ ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് വിൽ ബി 1. പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഫുള്ള് ഷിഫ്റ്റിംഗ്. നെക്സ്റ്റ് 3 ക്ലോക്ക് സൈക്കിൾ കഴിഞ്ഞു. 4 കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇനി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകും. ഇപ്പോഴും ക്യൂ കോംപ്ലിമെന്റ് എത്രയാ? ക്യൂ കോംപ്ലിമെന്റ് 1 ആണ്. സോ അഗെയിൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് ഓൾസോ 1, 1, 1, 1. ഇനി ശ്രദ്ധിക്കണം, ഇപ്പം ക്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ക്യൂ എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് ക്യൂ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 0. അതായത് ഇവിടെ 1 ആവുന്ന സമയത്ത് ഈ ഔട്ട്പുട്ട് എന്താവും? 0. ഈ 0 ആണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് 0 ആണ്. ക്ലോക്ക് സൈക്കിൾ അപ്ലൈ ചെയ്ത് ഉടനെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം അതിന്റെ ഇൻപുട്ട് 0 ആണ്. സോ ബാക്കിയെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ എത്ര ക്ലോക്ക് പൾസ് ആയി? 1, 2, 3, 4, 5. നെക്സ്റ്റ് ക്ലോക്ക് പൾസും കൂടെ കഴിയുമ്പോൾ ഇതിൽ തീരുന്ന ക്യൂ കോംപ്ലിമെന്റ് എത്രയായിരിക്കും? 0. അപ്പൊ അടുത്തതിലും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0. പിന്നെ എല്ലാം ഷിഫ്റ്റിംഗ് 0, 0, 1, 1. സോ ആഫ്റ്റർ സിക്സ്ത് ക്ലോക്ക് പൾസ് ദ ഔട്ട്പുട്ട് വിൽ ബി 0, 0, 1, 1. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതേപോലെ തന്നെയുള്ള ഓപ്പറേഷൻ ആണ് റിംഗ് കൗണ്ടർ. റിംഗ് കൗണ്ടറും ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറാണ്. റിംഗ് കൗണ്ടറിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യൂ കോംപ്ലിമെന്റ് എന്നല്ല, ക്യൂ തന്നെയാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ഷൻ പോകുന്നത്, ഇൻപുട്ടിലേക്ക് കണക്ഷൻ പോകുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ ഫസ്റ്റ് 1 കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി ഇതിന്റെ ഔട്ട്പുട്ട് 1 ആക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 0 ആണെങ്കിൽ ആ 0 ഇവിടെ എത്തും, അത് ഷിഫ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ കേസിൽ അതാണ്. ഇവിടെ ക്യൂ കോംപ്ലിമെന്റ് എടുക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ഇവിടെ 1 കിട്ടി, നെക്സ്റ്റ് ഈ 1 ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെയുള്ള ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെയുള്ള ഔട്ട്പുട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെയുള്ള ഔട്ട്പുട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ അതിന്റെ കോംപ്ലിമെന്റ് വീണ്ടും ഇൻപുട്ടിലേക്ക് വരും. ഇതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ എന്ന് പറയുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ.